എനിക്ക് പേടിയാകുന്നു ബിഗ് ബോസ്. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ലിവിംഗ് റൂം പേടിയാണ്, ബിഗ് ബോസ് ഹൗസ് പേടിയാണ്. ഞാൻ പോയില്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ചാടിപ്പോകും, അല്ലെങ്കിൽ ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, ഞാൻ ഒരു മൂലയ്ക്ക് ഇരിക്കുകയുള്ളൂ. ഇത്രത്തോളം കാര്യങ്ങൾ പറയുന്ന രീതിയിലോട്ട് സിബിന്റെ മെന്റൽ ഹെൽത്ത് മൊത്തത്തിൽ താഴെ പോയിരിക്കുകയാണ്. എന്താണ് സിബിന് സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. സിബിൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, തെറ്റാണ്, സമ്മതിക്കുന്നു. ഒരു മോശമായിട്ടുള്ള ഒരു ആംഗ്യം, അത് ഒരു സ്ത്രീയെ കാണിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് മോഹൻലാൽ സാർ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. എന്നാൽ അതിനപ്പുറം ചെയ്ത കാര്യങ്ങളുണ്ട് ഇവിടെ മറ്റു പലർ. ഗബ്രി കുനിഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ ജിൻഡോനെ പറഞ്ഞു. ഞാൻ ആ ഒരു കാര്യം പറയുന്നില്ല, എന്നാലും ബിഗ് ബോസ് കണ്ട ആളുകൾക്ക് അറിയാം. അത് നല്ല വൃത്തിയായിട്ട് ഗബ്രി അത് എന്താ പറയണേ വെളുപ്പിച്ചിട്ട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കണ്ടവർക്കറിയാം, ആ ഒരു ലൈവ് കണ്ടവർക്ക് അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡ് കണ്ടവർക്കറിയാം വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഗബ്രി പറഞ്ഞത്. അത് അശ്ലീല പരാമർശം തന്നെയായിരുന്നു. അത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടില്ല? നമ്മുടെ സിബിൻ ചെയ്തത്, അല്ലെങ്കിൽ സിബിൻ ചെയ്തത് വളരെയധികം തെറ്റ് തന്നെയാണ്. ഞാൻ ഉറച്ചു നിൽക്കുന്ന കാര്യം തന്നെയാണ്, തെറ്റാണ്. അത് ചോദ്യം ചെയ്യപ്പെട്ടത് ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സിബിൻ തെറ്റുകാരനാകുമ്പോൾ അതിന്റെ 2 ഇരട്ടി തെറ്റുകാരൻ തന്നെയാണ് ഗബ്രി. അതെന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല? ശരിക്കും ഗബ്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ജാസ്മിന് വേണ്ടിയിട്ടുള്ള ഒരു ബിഗ് ബോസ് ആണോ? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലെങ്കിലും അത് കാണുന്നവർക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഗബ്രിനെ പവർ റൂമിലോട്ട് ഗബ്രിക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ട് പവർ റൂമിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗബ്രി നോമിനേഷനിലും വരത്തില്ല. അപ്പോൾ ഗബ്രിന് ഈ വീക്കും സേഫ് ആക്കാൻ വേണ്ടി കാണിച്ച ഒരു കാര്യമായിട്ടാണ് തോന്നിയത്. ശരിക്കും ജാസ്മിനോടൊക്കെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ വളരെ മയത്തില്ല. ജാസ്മിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറയണു, ആ ഒരു എത്രത്തോളം മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയണു, അല്ലെങ്കിൽ ഉളുപ്പില്ലാത്തവനെ അങ്ങനത്തെ രീതിയിലൊക്കെ ഗബ്രി ചോദിക്കുന്നതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് സിബിൻ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉറങ്ങിക്കിടക്കുന്ന ബിഗ് ബോസ് ആയിരുന്നു. ഈ ഉറങ്ങിക്കിടക്കുന്ന ബിഗ് ബോസിനെ ഉണർത്തിയത് ആരാണ്? ബിഗ് ബോസ് ഇത്രയും എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, അത് സിബിൻ തന്നെയാണ്. ആ ഒരു പവർ റൂമിന് അല്ലെങ്കിൽ ആ ഒരു പവർ റൂം മെമ്പേഴ്സിന് ഇത്രത്തോളം കഴിവുണ്ടെന്ന് മനസ്സിലാക്കി തന്നത് സിബിനാണ്. എന്റർടൈനിങ് ആയിരുന്നു ഈ ഒരു വീക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ജിൻഡോനെ കളിപ്പാവയാക്കി മാറ്റി, അല്ലെങ്കിൽ ജിൻഡോനെ കൂടെ നിർത്തിയത് ഒരു പപ്പറ്റ് പോലെ ആക്കി എന്നൊക്കെ പറയുന്നത് ഞാൻ സമ്മതിക്കാം. പക്ഷേ അത് സമ്മതിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ജിൻഡോ ഒന്ന് സൈഡായി. പക്ഷെ സിബിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു. നല്ലതുപോലെ ബിഗ് ബോസിന്റെ ആ ഒരു ലെവല് മാറ്റുകയും കൂടെ ചെയ്താണ്. കുറച്ചുകൂടി ബിഗ് ബോസ് കാണാനായിട്ട് ആരാധകർക്ക് ഒരു കോണ്ടന്റ് ഇട്ട് കൊടുത്ത വ്യക്തിയും കൂടെയാണ് സിബിൻ. അപ്പൊ സിബിനോട് ചോദ്യം ചെയ്യപ്പെട്ടത് വളരെ ഹാർഷായ രീതിക്കും ഡയറക്റ്റ് നോമിനേഷനിലോട്ടാണ് വിട്ടത്. അതും പോട്ടെ, എന്നിട്ട് പവർ റൂമിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നു. അതും പോട്ടെ, പവർ റൂമിൽ ജസ്റ്റ് ഒന്ന് ഇരുന്നതിന് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഹാർഷായിട്ട് പെരുമാറിയ പോലെ, നന്നായിട്ട് ഇൻസൾട്ട് ആയ പോലെ തോന്നണം. അത് എത്രത്തോളം മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആയവർക്കും ഒന്ന് ഡൗൺ ആയി പോകും. ദൈവം ഞാൻ ഇവിടെ മൊത്തം നെഗറ്റീവാണോ, പുറത്ത് മൊത്തം നെഗറ്റീവായി പോകും, അല്ലെങ്കിൽ എൻ്റെ കുടുംബം എന്നുള്ള രീതിയിലൊരു ചിന്ത വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക. ജാസ്മിൻ അവിടെ അല്ലറി വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ജാസ്മിൻ അതൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ജാസ്മിന്റെ മെന്റൽ ഹെൽത്ത് വീക്ക് ആവുന്നുള്ള ഒരു കൺസേൺ ഉള്ളത് കൊണ്ടായിരിക്കാം ജാസ്മിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ മയത്തിൽ ചോദിക്കുന്നത്. ശരിക്കും പാർഷ്യാലിറ്റി കാണിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കണ്ടവർ അവരുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോഴും സിബിന്റെ ഒരു സ്റ്റാൻഡ് നിൽക്കുവാണ്, എനിക്ക് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ മെന്റൽ ഹെൽത്ത് ഞാൻ പലതരം ട്രോമയിലൂടെ കടന്നു വന്നാണ്. 1 വർഷത്തോളം ഞാൻ ഡിപ്രഷനിൽ ഇരുന്നിട്ടുണ്ട്. അപ്പം ആ പണ്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പം സൈക്കോളജിസ്റ്റിനെ കാണിച്ച് ആള് ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നല്ലൊരു ഗെയിമറാണ്. പുറത്ത് പോകുമ്പോൾ ഉറപ്പായിട്ട് ആൾക്ക് കുറ്റബോധം തോന്നുന്നു. കാരണം എനിക്ക് ഇത്രത്തോളം ആരാധകരുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട്. അപ്പോൾ സിബിൻ നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. ഇനിയെങ്കിലും ബിഗ് ബോസ് എല്ലാവരോടും ഒരുപോലത്തെ രീതിയിൽ പെരുമാറട്ടെ എന്നും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വിയോ.